ഹായ്, ഇന്ന് ഡേ 9 ഓഫ് 100 ഡേ ട്രേഡിംഗ് ചലഞ്ച്. തുടർച്ചയായ 9ാമത്തെ ട്രേഡിംഗ് ഡേയും ലോസിൽ തന്നെയാണ് ഞാൻ എൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ദിവസവും എനിക്കൊരു SL കിട്ടി. ഞാൻ കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റിൽ ട്രേഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ കറക്റ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ട്രേഡ് എടുത്ത് നോക്കിയതാണ്. പക്ഷേ ഇന്നത്തെ വ്യൂ കറക്റ്റായിരുന്നു, പക്ഷേ എൻട്രി മിസ്റ്റേക്കായിരുന്നു. ശരിക്കും ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത് 25,950 ഒരു കോൾ ഓപ്ഷനാണ്. അതെടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു 25,946 എന്ന ലെവലിൽ വൺസ് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയി പിന്നെയും താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ എടുക്കാനുണ്ടായ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്തായാലും മുകളിലോട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് SL ഈ ഒരു ലെവലിന് താഴെയായിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽ SL കുറേ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വ്യൂ. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി, പക്ഷേ വീണ്ടും താഴോട്ട് വന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ താഴോട്ട് മൂവ് ചെയ്തിട്ടൊരു 25,920 എന്ന ലെവലും കൂടി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. കറക്റ്റ് അപ്പ് മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത് ശരിക്കും ഒരു മിസ്റ്റേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു പ്രോപ്പർ എൻട്രി കാണാതെയാണ് എൻട്രി എടുത്തത്. കാരണം നിങ്ങൾക്ക് കാണാം 11:50 ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ കഴിഞ്ഞ് ഒരു ഗ്രീൻ ജസ്റ്റ് ഫോമായപ്പോൾ തന്നെ ഞാൻ ട്രേഡ് എടുത്തു. ശരിക്കും ഗ്രീൻ ഫോമായിട്ട് കുറച്ച് മുകളിലോട്ട് മൂവ് ആവുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഞാൻ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാതെ തന്നെ പെട്ടെന്ന് ചാടിക്കയറി എടുത്തു. ആ അടുത്ത ക്യാൻഡിൽ തന്നെ എനിക്ക് SL കിട്ടി. അപ്പോൾ ഇന്ന് ടോട്ടൽ 6 പോയിൻറ്റ്സ് അല്ല എനിക്ക് ലോസ് വന്നത്, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ഫ്ലാറ്റ് ട്രെൻഡ് ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും 6 പോയിൻ്റാണ് SL വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 പോയിൻറ്റ്സിനേക്കാൾ കൂടുതൽ SL കിട്ടി. ഒരു 7 പോയിൻ്റ് അടുത്ത് SL കിട്ടി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന നല്ല ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് സജഷൻസ് തരാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.